മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സസ് 15 and 16. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ നമുക്ക് ആരാണ്? ഈശോയെ പറ്റി നാം വിശ്വസിക്കുന്നത് എന്താണ്? പലർക്കും പലവിധ അഭിപ്രായങ്ങളുണ്ട്. പിതാവായ ദൈവം ഗൗരവ സ്വഭാവക്കാരനാണ്, എന്നാൽ ഈശോ കുട്ടികളുടെ കൂട്ടുകാരനാണ്. ഇതൊരു ബാല്യകാല ചിന്തയെന്നേ ഉള്ളൂ. ഈശോ നല്ല മനഃശാസ്ത്രജ്ഞനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, സാമ്പത്തിക നീതിക്കായി പ്രവർത്തിച്ച ആളാണ്, സ്ത്രീകൾക്ക് സമൂഹത്തിൽ സ്ഥാനം കൊടുക്കാൻ ശ്രമിച്ച നേതാവാണ്. ഈശോയെപ്പറ്റി തന്റെ സമകാലീനർക്കുണ്ടായിരുന്ന അഭിപ്രായം ഫിലിപ്പിന്റെ കേസറിയയിൽ വെച്ച് ശിഷ്യന്മാർ പറഞ്ഞു. ആരെന്ന് ചിന്തിച്ചവരുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റതാണെന്ന് ഹെറോസ് ചിന്തിച്ചു. പത്രോസിന്റെ പ്രഖ്യാപനം ഇതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. ഈശോ ഉയർത്തെഴുന്നേറ്റ ശേഷമാണ് പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കിയത്. ദൈവം ആത്മാവായിരിക്കുന്ന പോലെ ഈശോ ഇന്ന് ആത്മാവിൽ ജീവിക്കുന്നു. ദൈവം സർവ്വവ്യാപിയായിരിക്കുന്നത് പോലെ ഈശോ സർവ്വവ്യാപിയായി നമ്മോടുകൂടെ വസിക്കുന്നു. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. സർവജ്ഞനായ ദൈവത്തെ പോലെ ഈശോയും സകലവും അറിയുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും അധികാരം തനിക്കുണ്ട്. താൻ സമകാലികനായി ജീവിക്കുന്നു. ഈ ഈശോയിലുള്ള വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. കണ്ടാലും ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു എന്ന് പറയുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയാമോ? ഈശോ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെന്ന് ഞാൻ അപേക്ഷിച്ചാൽ എൻ്റെ വ്യക്തിത്വത്തിൽ കടന്നു പ്രവർത്തിക്കും. ഈ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിത രഹസ്യം. ഈശോ പൂർണ്ണ ദൈവമകനാണ്, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.